നമസ്കാരം. ശ്രീമദ് ഭഗവത്ഗീത 3-ാം അധ്യായം കർമ്മയോഗം. ഇവിടെ കർമ്മം ചെയ്യണം, ലോകസംഗ്രഹമായിട്ടെങ്കിലും ലോകക്ഷേമത്തിനായിട്ടെങ്കിലും തത്വജ്ഞൻ പോലും കർമ്മം ചെയ്യണം. കാരണം ശ്രേഷ്ഠന്മാർ എന്ത് ആചരിക്കുന്നുവോ അത് മറ്റുള്ളവരും അതിനെ പിന്തുടരുന്നു. അതിനാൽ തത്വജ്ഞൻ പോലും കർമ്മത്തെ, യഥാർത്ഥത്തിൽ വിധികളൊന്നുമില്ല, അതൊരു അനുവാദം മാത്രമാണ്, അവിടെ വിധിയല്ല, ഇത് ചെയ്തിരിക്കണം എന്നല്ല. പക്ഷേ തത്വജ്ഞനും കർമ്മത്തെ സംഗ്രഹത്തിനായി, ലോകക്ഷേമത്തിനായിട്ട് ചെയ്യുന്നു. അപ്പോൾ അതെന്തിനാ? ബുദ്ധിഭേദം സാധാരണ അജ്ഞാനി, സാധാരണ ജനങ്ങൾക്ക്, അവർ ലൗകികമായും ആത്മീയമായും കാമ്യകർമ്മങ്ങളിൽ പെട്ടു മുന്നോട്ട് നീങ്ങുകയാണ്. അവരിലെ അകർമ്മത്തിലേക്ക് വഴിയിലേക്ക് നയിക്കരുത്. അവരെന്ത് ചെയ്യണം? ആ കർമ്മത്തിലൂടെ തന്നെ അവരെ നിസ്സംഗരാക്കി കർമ്മയോഗപരമായിട്ട് അവരെ മുന്നോട്ട് നീങ്ങാനുള്ളത് ചെയ്യണം. തത്വജ്ഞനിൽ, ആത്മാവിൽ കർമ്മങ്ങളില്ല എന്നതുകൊണ്ട് തന്നെ അകർമ്മത്തിലേക്ക് തത്വജ്ഞനും കർമ്മങ്ങൾ ചെയ്യാതെ അവരെ നയിക്കരുത് എന്ന് ഇവിടെ നമ്മൾ കണ്ടു. അടുത്ത ശ്ലോകം: പ്രകൃതേഃ ക്രിയമാണാനി ഗുണൈഃ കർമാണി സർവശഃ അഹങ്കാര വിമൂഢാത്മാ കർത്താഹമിതി മന്യതേ. അഹങ്കാര വിമൂഢാത്മാഃ പ്രകൃതേ ഗുണൈഃ ക്രിയമാണാനി കർമാണി സർവശഃ അഹം കർത്ത ഇതി മന്യതേ. അഹങ്കാരം കൊണ്ട് ഞാനാണ് ഇതെല്ലാം ചെയ്യുന്നത് എന്ന് തെറ്റിദ്ധരിക്കപ്പെട്ട ആത്മാവോടുകൂടിയവൻ ശരീര മനോബുദ്ധികൾ താതാത്മ്യപ്പെട്ട് പ്രകൃതേഃ ഗുണൈഃ പ്രകൃതിയുടെ ഗുണങ്ങളെ കൊണ്ട് ക്രിയമാണാനി കർമാണി ചെയ്തുകൊണ്ടിരിക്കുക. പ്രകൃതിയിലെ ഗുണങ്ങളാണ് കർമ്മങ്ങൾ ചെയ്തുകൊണ്ട്, അതായത് വാസനകൾക്കനുസരിച്ച് ശരീര മനോബുദ്ധികളുടെ കർമ്മങ്ങൾ നടന്നിരിക്കുമ്പോൾ അത് ഞാനാണ് എന്ന് അഹങ്കരിച്ച് അറിവില്ലായ്മ കൊണ്ട് സർവശഃ അഹം കർത്ത ഇതി മന്യതേ, ഞാനാണ് ചെയ്യുന്നത് എല്ലാ വിധത്തിലും എന്ന് വിചാരിക്കുന്നു. അവിടെ തത്വവിത്തു മഹാബാഹോ ഗുണകർമ്മ വിഭാഗയോ ഗുണാഗുണേഷു വർത്തന്ത ഇതി മത്വാ ന സജ്ജതേ. അപ്പോൾ ഗുണകർമ്മ വിഭാഗയോ തത്വവിത്തു ഗുണാഹ ഗുണേഷു വർത്തന്തേ ഇതി മത്വാ ന സജ്ജതേ. മഹാബാഹു, അല്ലയോ അർജുന, ഗുണകർമ്മ വിഭാഗങ്ങളുടെ തത്വം അറിയുന്നവൻ, തത്വവിത്ത്. ഗുണകർമ്മ വിഭാഗയോഹോ തത്വവിത്തു, ഗുണകർമ്മ വിഭാഗങ്ങൾ, ഇങ്ങനെ ഗുണങ്ങൾ ഗുണേഷു വർത്തന്തേ, ഗുണാഹ ഗുണേഷു വർത്തന്തേ, അതാത് ഗുണങ്ങൾ അതാത് ഗുണങ്ങളിൽ വർത്തിക്കുന്നു എന്ന് അറിയുന്ന തത്വവിത്ത് ഗുണാഹ ഗുണേഷു വർത്തന്തേ, അവർ ഗുണങ്ങൾ അതാത് ഇന്ദ്രിയങ്ങൾ അതാത് വിഷയങ്ങളിൽ ഇരിക്കുന്നു, പ്രവർത്തിക്കുന്നു. ഇതി മത്വ എന്ന് അറിഞ്ഞുകൊണ്ട് സജ്ജതേ, അതിൽ ആസക്തരാകുന്നില്ല. ഗുണങ്ങൾക്കനുസരിച്ച് അത് ഇന്ദ്രിയങ്ങൾ പ്രവർത്തിക്കും, ആ ഇന്ദ്രിയം അനുസരിച്ച് പോകും എന്ന് അറിഞ്ഞുകൊണ്ട് അവയിൽ താതാത്മ്യപ്പെടാതെ, അവയിൽ ആസക്തി ഇല്ലാതെ ഇരിക്കുന്നു. ആര്? തത്വവിത്ത്. അപ്പോൾ തത്വവിത്തിന് ഇതിലൊന്നും ബന്ധമില്ല. പക്ഷെ അദ്ദേഹം മറ്റുള്ളവരൊക്കെ ആയിട്ട് ആചരിച്ച് കാണിക്കണം, ഇല്ലെങ്കിൽ അവരും അകർമ്മത്തിലേക്ക് നീങ്ങും, നാശത്തിലേക്ക് നീങ്ങും. അപ്പം അതുകൊണ്ട് തത്വജ്ഞാനികളും ഈ ലോക നന്മയ്ക്കായിട്ട് ചെയ്യാം എന്ന്, ഇത് അനുവാദം മാത്രമാണ്, അവർക്ക് വിധിക്കപ്പെടുന്നില്ല. കാരണം അവർക്ക് വിധിയൊന്നുമില്ല, വിധി നിഷേധങ്ങൾ രണ്ടുമില്ല. ഇന്ന് ചെയ്യണമെന്നോ ചെയ്യേണ്ടെന്നോ തത്വജ്ഞനിലില്ല. അവർ ചെയ്താലും ചെയ്തില്ലെങ്കിൽ കാരണം അവർക്കൊന്നും നേടാനോ ഇല്ലാതിരിക്കാനോ അങ്ങനെ യാതൊന്നും ഇല്ല. അവർ കൃതാർത്ഥരാണ്, കൃതകൃത്യത, ചെയ്യേണ്ടതെല്ലാം ചെയ്തു കഴിഞ്ഞു. തത്വബോധം, അത് നിശ്ചയം ഉണ്ടായിക്കഴിഞ്ഞിരിക്കുന്നു. അവർ തത്വവിത്ത് തത്വമേവ, അവർ ആ തത്വബോധത്തിൽ തന്നെയാണ്. അവർക്ക് പ്രത്യേകിച്ച് നേടാനായിട്ടൊന്നുമില്ല, ഈ ലോകത്തോ പരലോകത്തോ ഒന്നും പ്രത്യേകിച്ച് നേടാനായിട്ടില്ല. അപ്പോൾ പക്ഷേ ജീവിച്ചു. അപ്പോൾ അത് മുന്നിൽ കണ്ടുകൊണ്ട്, മറ്റുള്ളവരെ കണ്ടുകൊണ്ട് ലോകസംഗ്രഹാർത്ഥം അവർ കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നു. പ്രകൃതേ ഗുണസമ്മൂഢ സജ്ജന്തേ ഗുണകർമ്മസു താനകൃത്സ്നവിദോ മന്ദാൻ കൃഷ്ണവിദ് ന വിചാലയേത്. പ്രകൃതേഃ ഗുണസമ്മൂഢഃ ഗുണകർമ്മസു സജ്ജന്തേ. പ്രകൃതിയുടെ അഹങ്കാരാദികളെ ആത്മാവായി ധരിച്ചവർ, മനോബുദ്ധി അഹങ്കാരങ്ങളെ ആത്മാവ് താനെന്ന് ധരിച്ചവർ ഗുണകർമ്മസു സജ്ജന്തേ, ഗുണങ്ങളെ കൊണ്ടുള്ള കർമ്മങ്ങളിൽ ആസക്തരാകുന്നു. അത് തൻ്റെ അഹങ്കാരത്തിലൂടെ ഉള്ള ആസക്തിയിലേക്ക് വളർത്തുന്നു, തൻ്റെ കർമ്മങ്ങളായി കാണുന്നു, അല്ലെങ്കിൽ ഗുണങ്ങളെ കൊണ്ടുള്ള കർമ്മങ്ങളിൽ അവർ ബന്ധപ്പെടുന്നു. അങ്ങനെയോ അകൃഷ്ണവിദഃ
തത്വമറിയാത്ത താൻ മന്ദാൻ, ആ മൂഢന്മാരെ മന്ദാൻ എന്ന് തന്നെയാണ് വിളിക്കുന്നത്. കാരണം അവർക്ക് അറിവില്ല. അജ്ഞാനി എന്നുള്ളത് അവിടെ അത് അറിവില്ലാത്തവരെ കൃഷ്ണവിത്ത് എല്ലാം അറിയുന്ന തത്വജ്ഞാനികൾ വിചാലയെ, ഇളക്കരുത്, അവരുടെ മനസ്സിനെ ഇളക്കരുത്, അകർമ്മത്തിലേക്ക് നയിക്കരുത് അവരെ. കാരണം അവർ കർമ്മം ചെയ്ത് അവരെ മുന്നോട്ട് കർമ്മയോഗത്തിലൂടെ കൊണ്ടുവരണം. അല്ലാതെ അവരെ കർമ്മത്തിൽ നിന്നും പിന്തിരിപ്പിച്ച് സന്യാസം എന്നുള്ള രീതിയിലേക്ക് കൊണ്ടുപോകരുത്. കർമ്മങ്ങളില്ലെന്ന് പറഞ്ഞ് അകർമ്മത്തെ ചെയ്താൽ അവർ മിഥ്യാചാരന്മാരായി തീരും, അവർ സ്വയം നശിക്കും. അതുകൊണ്ട് തത്വവിത്തുകൾ അവരെ ബുദ്ധിഭേദം ഉണ്ടാക്കരുത്, അല്ലെങ്കിൽ മനക്കുഴപ്പമൊന്നും ഉണ്ടാക്കാതെ അവരെ മുന്നോട്ട് നയിക്കാനായിക്കൊണ്ട് ലോകസംഗ്രഹാർത്ഥം കർമ്മം ചെയ്യണം എന്ന് പറയാം. അടുത്ത ശ്ലോകം 30-ാമത്തെയാണ്. അത് അടുത്ത ചെറു വീഡിയോയിൽ നമുക്ക് ചർച്ച ചെയ്യാം. ഇതുവരെയുള്ളത് അപ്പോൾ അകർമ്മത്തിലേക്ക് നീങ്ങരുത് എന്ന് അർജുനോട് ഭഗവാൻ ഉപദേശിക്കുകയാണ്. നിനക്ക് കർമ്മം ചെയ്യണം, നിനക്ക് രജോഗുണ പ്രധാനിയായ നിനക്ക് ചിത്തശുദ്ധിക്കായി കർമ്മങ്ങളെ കർമ്മയോഗപരമായി ചെയ്യൂ എന്ന് പറഞ്ഞ് സ്വയം ഈശ്വരനായ ഞാൻ പോലും ഈ ലോകസംഗ്രഹാർത്ഥം, ഈ ലോകത്തെ പരിപാലിക്കുന്നതിനായി കർമ്മത്തിൽ നിലകൊള്ളുന്നു. എനിക്കിതിൽ നിന്നൊന്നും നേടാനില്ലെങ്കിൽ പോലും ഞാൻ ഈ കർമ്മത്തെ അനുവർത്തിച്ച് ലോകസംഗ്രഹാർത്ഥം ലോകത്തെ പരിപാലിക്കുന്നു എന്ന് ഭഗവാൻ തന്നെ പറയുന്നു. ഒരു തത്വജ്ഞനും തത്വബോധമുള്ളവനും കർമ്മങ്ങളൊന്നും ഇല്ല എങ്കിൽ കൂടി, ഈ കർമ്മങ്ങൾ ഇവിടെ ചെയ്തുകൊണ്ട് ഒരു ഫലത്തെ നേടാനോ കൊടുക്കാനോ ഒന്നും ഇല്ല എങ്കിൽ കൂടി മറ്റുള്ള അജ്ഞാനികളായ ജനങ്ങളെ അവരെ ബുദ്ധിഭേദമുണ്ടാക്കാതെ ലോകസംഗ്രഹത്തിനായിക്കൊണ്ട്, ലോകത്തിൻ്റെ ക്ഷേമത്തിനായിക്കൊണ്ട് കർമ്മത്തെ അവർ ചെയ്യുന്നത് പോലെ തന്നെ, അവർ അജ്ഞാനി ചെയ്യുന്നത് പോലെ തന്നെ സമ്യക്കായി ആചരിക്കേണ്ടതാണ്, നന്നായി ആചരിക്കേണ്ടതാണ്, അതുപോലെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതാണ്. അവരുടെ കൂടെ തന്നെ നിന്നുകൊണ്ട് അവരെ പോലെ കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് ലോകസംഗ്രഹാർത്ഥം മുന്നോട്ട് നീങ്ങേണ്ടതാണ് എന്നുകൂടി പറയുകയുണ്ടായി. എന്തുകൊണ്ടെന്നാൽ ശ്രേഷ്ഠന്മാർ, അല്ലെങ്കിൽ നിങ്ങളെ ശ്രേഷ്ഠനായി കരുതുന്നവർ, അല്ലെങ്കിൽ നിങ്ങളെ മഹാനായിട്ട് കരുതുന്നവരെന്ത് ചെയ്യും? നിങ്ങൾ എങ്ങനെ ആചരിക്കുന്നു അതുപോലെ ആയിരിക്കും അവർ അനുവർത്തിക്കുക. അതുകൊണ്ടാണ് അവിടെ പറഞ്ഞ് യത്ത് ആചരിതി ശ്രേഷ്ഠ തത്തത് ദേ ഏവ ഇതരോ ജനഃ, അവരും ആ വഴിക്ക് തന്നെ പോകും. അതുകൊണ്ട് ഈ ലോകത്തിന് നന്മയ്ക്കായിക്കൊണ്ടെങ്കിലും അത് അനുവർത്തിക്കാൻ ഒരു തത്വജ്ഞൻ പോലും. എന്നിരിക്കെ അർജുനനോട് നിനക്ക് അകർമ്മത്തിന് നിനക്ക് യോഗ്യനല്ല, നിന്റെ വാസനയ്ക്കനുസരിച്ച് രജോഗുണ പ്രധാനിയായിരിക്കെ നിനക്ക് കർമ്മത്തിൽ അനുവർത്തിച്ചേ തീരുള്ളൂ. അത് കർമ്മയോഗമായി ചെയ്ത് ചിത്തശുദ്ധി നേടി അതിലൂടെ ആത്മജ്ഞാനത്തെ പ്രാപിച്ചാലും എന്ന് ഭഗവാൻ ഇവിടെ ഉപദേശിക്കുകയാണ് ഉണ്ടായത്. ഇതെല്ലാം പ്രകൃതി ഗുണം കൊണ്ട്, പ്രകൃതി ഗുണങ്ങളായ ഈ ഗുണങ്ങളെല്ലാം, ഇന്ദ്രിയങ്ങളെല്ലാം മനസ്സിൻ്റെ ഗുണങ്ങൾക്കനുസരിച്ച് അത് വിഷയങ്ങൾ പ്രവർത്തിക്കുന്നു. അതിൽ ഈ അഹങ്കാര ബുദ്ധിയോടുകൂടി അത് അവരെ അജ്ഞാനികളുടെ അഹങ്കാരത്തോടു കൂടി അത് ഞാൻ പ്രവർത്തിക്കുന്നു എന്ന് കാണുമ്പോൾ അതിൻ്റെ ഫലയിച്ഛയായി ആ ഫലത്തിൻ്റെ ഭോഗത്തിന്, അത് പുണ്യമായാലും പാപമായാലും ഇഷ്ടമായാലും അനിഷ്ടമായ ഫലങ്ങളെ സ്വീകരിച്ച് കർമ്മബന്ധനായിത്തീരുന്നു. എന്നാൽ ഒരു തത്വജ്ഞാനി ഇത് ഗുണങ്ങൾ, അത് അതിൻ്റെ ഗുണങ്ങളിൽ വർത്തിക്കുന്നു, ഇന്ദ്രിയങ്ങൾ അത് വിഷയങ്ങളിൽ പ്രവർത്തിക്കുന്നു എന്ന് കണ്ടുകൊണ്ട് തനിക്കതിൽ ബന്ധമില്ലെന്ന് അറിഞ്ഞുകൊണ്ട് ഇതിന്നെല്ലാം മുക്തനായ ആത്മാവ്, സ്വയം മുക്തമായ ആത്മാവ്, അതിനെ മുക്തമാക്കേണ്ട സ്വയം മുക്തമായ നിത്യമുക്തമായ ആത്മസ്വരൂപമാണ് താനെന്ന് അറിഞ്ഞുകൊണ്ട് ഈ അഹങ്കാരങ്ങളിലോ മനസ്സിലോ ബുദ്ധിയിലോ അല്ലെങ്കിൽ ഇന്ദ്രിയ വിഷയങ്ങളിലൊന്നും ബന്ധപ്പെടാതെ, അതിലൊന്നും താതാത്മ്യം വയ്ക്കാതെ നിത്യമുക്തനായിരിക്കുന്ന തത്വജ്ഞാനി ലോകസംഗ്രഹാർത്ഥം കർമ്മം ചെയ്യുന്നു. ഗുണങ്ങൾ വർത്തിക്കുന്നു എന്ന ബോധത്തോടുകൂടി കർമ്മങ്ങൾ അനുവർത്തിക്കുന്നു. തന്നിൽ കർമ്മങ്ങൾ ഇല്ലെങ്കിൽ കൂടി മറ്റുള്ളവരെ ബുദ്ധിഭേദമുണ്ടാക്കാതെ മുന്നോട്ട് നയിക്കുന്നവനായി തത്വജ്ഞാനി പോലും ലോകസംഗ്രഹാർത്ഥം കർമ്മം ചെയ്യണം എന്ന് അവിടെ അനുവദിക്കുകയാണ്, വിധിക്കുകയല്ല. മറ്റുള്ള വിധിയാണ്. നിങ്ങളത് കർമ്മയോഗം ചെയ്യണം, ചിത്തശുദ്ധി നേടണം, അല്ലെങ്കിൽ ഫലഭോഗങ്ങൾക്കായിട്ട് മറ്റുള്ള വിധികളാണ്, ഓരോ വിധി കർമ്മങ്ങളായാലും കാമ്യകർമ്മങ്ങളായാലും. ഇവിടെ തത്വജ്ഞനിൽ അങ്ങനെ യാതൊരു വിധിയുമില്ല.
അതുകൊണ്ട് തത്വജ്ഞൻ ഇന്ന ലോകസംഗ്രഹം ചെയ്തോളണമെന്നില്ല. നമ്മൾ പലരും പറയും തത്വജ്ഞൻ അങ്ങനെ ഒന്നും ചെയ്യുന്നില്ല, അവരെങ്ങനെ അങ്ങനെയാണ് ഇങ്ങനെയെന്നൊക്കെ പറയണം, ഹിമാലയത്തിൽ ഇരിക്കുന്നു, ലോകത്തിന് വേണ്ടി ഒന്നും ചെയ്യുന്നില്ല, കർമ്മം ചെയ്യാനാണ് ഭഗവത്ഗീത പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതെല്ലാം അങ്ങനെ പറയും. അതെല്ലാം കർമ്മം ചെയ്യാനായിട്ട് അങ്ങനെ എവിടെയും വിധിക്കുന്നില്ല തത്വജ്ഞനിൽ. കാരണം വിധി നിഷേധങ്ങളൊക്കെ അദ്ദേഹത്തിൽ നിന്ന് ഇല്ലാതായി തീർന്നിരിക്കുന്നു. ഈ താതാത്മ്യപ്പെട്ടിരിക്കുന്നവർക്കാണ് വിധി നിഷേധങ്ങൾ, ശ്രേയസ്സും പ്രേയസ്സും എല്ലാം അവർക്കാണ്. അപ്പോൾ അത് തത്വജ്ഞനിൽ ഇല്ല എന്ന് തീർത്തും മനസ്സിലാക്കേണ്ടതാണ്. പക്ഷേ തത്വജ്ഞനിൽ ഇവിടെ പറഞ്ഞിരിക്കുന്നത് അത് ലോകസംഗ്രഹാർത്ഥം ചെയ്യാൻ പറയുന്നത്, അത് അങ്ങനെ ചെയ്തില്ലെങ്കിൽ മറ്റുള്ളവരും ഇതുപോലെ നിങ്ങളെ അനുവർത്തിക്കും. അതുകൊണ്ട് കർമ്മം അവരുടെ കൂടെ നിന്നുകൊണ്ട് അവർ ചെയ്യുന്ന പോലെ തന്നെ എല്ലാം അനുകരിച്ച് ചെയ്തുകൊണ്ട് ലോകസംഗ്രഹാർത്ഥം ചെയ്തുകൊണ്ട് അവരെ മുന്നോട്ട് മെല്ലെ കണ്ട് ജനങ്ങളെ ആ കർമ്മയോഗത്തിലേക്ക് കൊണ്ട് നടത്തി കാമികർമ്മങ്ങളിൽ നിന്ന് വിട്ട് ഫലേച്ഛയില്ലാതെ നിസ്വാർത്ഥമായി കർമ്മങ്ങൾ ചെയ്യാനായി പ്രേരിപ്പിച്ചുകൊണ്ട്, അല്ലെങ്കിൽ അവർക്ക് അതിനുള്ള അറിവ് നൽകിക്കൊണ്ട് അവരുടെ കൂടെ നിന്ന് അവരെ മുന്നോട്ട് നയിക്കണം എന്നൊരു അനുവാദം മാത്രമാണ് ഇവിടെ ഭഗവാൻ പറഞ്ഞിരിക്കുന്നത്. അടുത്ത ശ്ലോകം അടുത്ത വീഡിയോയിൽ നമുക്ക് നോക്കാം. നമസ്കാരം.